പത്തനംതിട്ട മേരി മാതാ പബ്ലിക് സ്കൂൾ ഒരുക്കുന്ന ഇഗ്നൈറ്റ് 2024 മാന്യ പ്രേക്ഷകരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലക്കം മറിച്ചുകളുടെയും കുഴമറിച്ചുകളുടെയും കാലമാണ് നാം ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത്. സ്വാഭാവികമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പുലർത്തിയിരുന്ന പല സമീപനങ്ങളിലും പ്രവർത്തനങ്ങളിലും സ്വഭാവ രീതികളിലും പെരുമാറ്റങ്ങളിലും വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ മാറ്റങ്ങളല്ല എങ്കിൽ പോലും അനിവാര്യമാകുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇത്തരുണത്തിൽ പത്തനംതിട്ട മേരി മാതാ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ജീവിത മൂല്യങ്ങളും ജീവിതശൈലികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ ഒന്ന് പരിചയപ്പെടേണ്ടത് അനിവാര്യമായ കാര്യമാണല്ലോ. നമ്മളെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സ്റ്റീവ ആൻജോസി. ഞാൻ +1 കൊമേഴ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് അലോണ തോമസ്. ഞാൻ +1 ബയോ മലയാളം സ്റ്റുഡൻ്റാണ്. എൻ്റെ പേര് ബ്രയൻ കുരുള. ഞാൻ +1 കമ്പ്യൂട്ടർ മാത്സ് ആണ്. എൻ്റെ പേര് ഇമ്മാനുവൽ. ഞാൻ +1 കൊമേഴ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ജിസ്ന. ഞാൻ 10th പഠിക്കുന്നു. എൻ്റെ പേര് അൻഷ. ഞാൻ 10th പഠിക്കുന്നു. എൻ്റെ പേര് ജിയന്ന. ഞാൻ 10th പഠിക്കുന്നു. എൻ്റെ പേര് ആൻമേരി ബിജു. ഞാൻ +1 ബയോ മലയാളം സ്റ്റുഡൻ്റാണ്. 10ലെയും 11ാം ക്ലാസ്സിലെയും CBSE നിലവാരത്തിലെ സ്കൂളിലെ കുട്ടികളാണ്. സ്വാഭാവികമായിട്ട് അവർക്ക് ആശയങ്ങളുണ്ട്, അന്തർസംഘർഷങ്ങളുണ്ട്, പൊരുത്തങ്ങളുണ്ട്, പൊരുത്തക്കേടുകളുണ്ട്. ഈ ജീവിത മൂല്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ ജീവിതശൈലി പിന്തുടരുന്ന വ്യക്തികൾ എന്ന നിലയിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ജീവിതത്തിൽ പരമ്പരാഗതമായി കാത്തുസൂക്ഷിച്ച ഒത്തിരി മൂല്യങ്ങളുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും ഈ മൂല്യത്തിൻ്റെയും മൂല്യവ്യവസ്ഥയുടെയും ഭാഗമാണ്. ഒരു മൂല്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? ഒരു മൂല്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളത്? ക്ഷമ എന്ന മൂല്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം തന്നെ. ക്ഷമ ഒരു മൂല്യമാണ്, അനിവാര്യമാണ്. ഏത് കാലഘട്ടത്തിലും ഇത് അനിവാര്യമാണ്. ഈ ക്ഷമ ഇന്നത്തെ കാലത്ത് ആണെങ്കിൽ ഞാൻ ക്ഷമിച്ച് നിന്നാൽ ഞാൻ തോറ്റു പോകുന്നൊരു ചിന്തയാണ്. ക്ഷമിക്കുന്നത് ഒരു പരാജയമാണെന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു ചിന്തയാണ്. അപ്പോൾ അത് അവരെ ദേഷ്യത്തിലോട്ടും ഒരുപാട് കൊലപാതകം, ആത്മഹത്യ പോലുള്ള കാര്യങ്ങളിലോട്ടേക്കും അത് നയിക്കുന്നുണ്ട്. അപ്പം അവനവനോട് ക്ഷമിച്ചാൽ ആത്മഹത്യകളുടെ നിരക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിത മൂല്യമാണ് സ്നേഹം. ഈ സ്നേഹം എന്ന് വെച്ചാൽ നമുക്ക് പണ്ടത്തെ കാലത്ത് വളരെ സത്യസന്ധമായ ഒരു സ്നേഹമായിരുന്നു കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ വളരെ സ്വാർത്ഥത നിറഞ്ഞ, അല്ലെങ്കിൽ സ്വന്തം ചിന്തയ്ക്ക് വേണ്ടി, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. പണ്ടും സ്വാർത്ഥതയുണ്ടായിരുന്നു, പണ്ടും നിസ്വാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു, പണ്ടും സത്യസന്ധമായ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് അതിനകത്ത് രണ്ടും ഒരേപോലെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്വാർത്ഥത എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിന് ഇപ്പോൾ വില കൽപ്പിക്കുന്നില്ല. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങളാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത്. സ്നേഹം ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല. ഒരു നേടാൻ വേണ്ടി സ്നേഹിക്കുക, ഒരു കാര്യം നേടാൻ വേണ്ടി മാത്രം അയാൾ ഉപയോഗിക്കുന്ന പോലെയാണ് അവർ പെരുമാറുന്നത് ഒരാളോട്. കൊലപാതകം ഇപ്പോൾ കൂടിക്കൂടി വരാണ്. ഇപ്പോൾ 2ാം സ്ഥാനത്തിലാണ് കൊലപാതകം. മനുഷ്യർ കൊല്ലുന്നതിൽ നിൽക്കുന്നത്. സ്നേഹം ബലികഴിക്കുന്ന എല്ലാം കൊലപാതകമല്ലേ? അത് പണ്ടും ഉണ്ടായിരുന്നൊരു കാര്യമല്ലേ? ഇപ്പോൾ കൊലപാതകത്തിൻ്റെ നിരക്ക് കൂടിയോ? ഇപ്പോൾ പറയുകയാണെങ്കിൽ 2ാം സ്ഥാനത്താണ് മനുഷ്യരെ കൊല്ലുന്നത് നിൽക്കുന്നത്. മനുഷ്യനെ കൊല്ലുന്നത് 2ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ ഒരു പ്രതികരണം എന്ന നിലയിൽ കൊലപാതകങ്ങൾ നടക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. എന്നുവെച്ചാൽ കൊലപാതകങ്ങൾ എന്ന് പറയുമ്പോൾ പറ്റിക്കുക, ഒരാളെ പറ്റിക്കുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രണയം കാരണമായിരിക്കും അതിൻ്റെ വൈരാഗ്യം എന്ന് പറയില്ലേ, പ്രതികാരം കൂടുതൽ വരാണ് ഇപ്പോൾ സമൂഹത്തിൽ. ഓക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾക്കും ചില മൂല്യങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളെ ഗ്ലോബലൈസ്ഡ് ആവാൻ നമ്മൾ നിർബന്ധിക്കുകയാണ്. ഇപ്പോൾ ഒരു കാര്യം, ഇപ്പം നമ്മൾ ട്രെൻഡിൻ്റെ പുറകെ പോകുന്നൊരു സമയമാണ്. ഇപ്പം ഇയാൾ ഞാൻ ചെയ്തില്ലെങ്കിൽ അതൊരു നാണക്കേട് പോലെയാണ് എല്ലാവരും കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ട്രെൻഡിൻ്റെ പുറകെ പോകാനും അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു എക്സ്പെൻസ് കൂട്ടാനായിട്ടും ഒക്കെ ഒരു കാരണമാകും. അപ്പോൾ ഈ ട്രെൻഡിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമുക്ക് മൂല്യങ്ങൾ വേണ്ടേ? ഏത് കാലഘട്ടത്തിൽ നമുക്ക് മൂല്യങ്ങൾ ആവശ്യമാണല്ലോ. ട്രെൻഡ് മാത്രം മതിയോ? ട്രെൻഡ് വേണം. എല്ലാ കാലഘട്ടത്തിലും ട്രെൻഡുണ്ട്. ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒരു ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായി പോകുന്നതാണ്. അപ്രസക്തരാകും, ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് മാറും. അതെ, നമ്മൾ ഔട്ട് ഓഫ് പ്ലേസ് ആയി മാറുകയാണ്. അതിനുവേണ്ടി അപ്പോൾ ട്രെൻഡിന് വേണ്ടിയിട്ടാണോ നമ്മൾ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്, ട്രെൻഡിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നത്? എൻ്റെ ഒരു ചോദ്യമാണ്. അത് പലരുടെ ഒരു സ്വഭാവത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പലരുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച്, ഒരു പേഴ്സണാലിറ്റി അനുസരിച്ചാണല്ലോ. ഇപ്പം ഞാനെന്ന് വെച്ചാൽ ഒരു പകുതി എൻ്റെ മൂല്യങ്ങളനുസരിച്ചും പകുതി ട്രെൻഡിനനുസരിച്ചും പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് മൊത്തമായി ഞാൻ ട്രെൻഡിനനുസരിച്ച് ഞാൻ പോകാറില്ല. അങ്ങനെയാണെങ്കിൽ ട്രെൻഡിനനുസരിച്ചാണോ കൂടുതൽ സമയം പോകുന്നത്, അതോ മൂല്യങ്ങൾക്കനുസരിച്ചാണോ നമ്മൾ പോകുന്നത്? പണ്ട് മൂല്യങ്ങൾക്കനുസരിച്ചായിരുന്നു മനുഷ്യൻ പൊയ്ക്കൊണ്ടിരുന്നത്, ഇന്ന് ട്രെൻഡിനനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇമ്മാനുവലോട് ചോദിക്കുന്നത്,
ഏതിനാണ് ഇമ്മാനുവൽ പ്രാധാന്യം കൊടുക്കുന്നത്? ഓഫ് കോഴ്സ് ട്രെൻഡിനായിരിക്കും. ട്രെൻഡിനായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അതാണ് മോഡേൺ തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ട്രെൻഡാണ് അവർക്ക് പ്രധാനപ്പെട്ട സംഗതി. നമുക്ക് ഇബ്രാഹിമിലേക്ക് വരാം. ട്രെൻഡ് കാരണം തന്നെ ഒത്തിരിയും നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു ബൂസ്റ്റ് തന്നെ ഉണ്ടായിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിനും ടൂറിസത്തിനും എല്ലാത്തിനും, എല്ലാ മേഖലയിലും. അതെ, എല്ലാ മേഖലകളും. അത് കാരണം നമുക്ക് ചില അതിനെന്തെങ്കിലും പ്രത്യാഘാതങ്ങളുണ്ടോ അങ്ങനെ പോകുന്നതുകൊണ്ട്? അതിന് എല്ലാത്തിനും ഓരോരോ പ്രത്യാഘാതങ്ങളും ഉണ്ട്, നല്ല കാര്യങ്ങളും ഉണ്ട്. അതെ, ഓക്കെ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, യെസ്. അലോണയ്ക്ക് എന്നാ പറയാനുള്ളത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു, സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂല്യങ്ങളെക്കുറിച്ചും അതേപോലെ ട്രെൻഡിനെ കുറിച്ച് പറഞ്ഞു. ഇനി അലോണയ്ക്കും ടീമിനും എന്നാ പറയാനുള്ളതെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നാൽ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ജീവിതമൂല്യമാണ് നന്ദി എന്ന് പറയുന്നത്. നന്ദി. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും നമുക്ക് 100% ഒരിക്കലും തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതൊരു വലിയ ഒരു വാസ്തവമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു കാര്യത്തിന് നമുക്കൊന്ന് മനസ്സ് തുറന്നൊന്ന് നന്ദി പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു തകർച്ച തന്നെയാണെന്നാണ് വൈകല്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ കൃതജ്ഞത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അധ്യാപകരോട് നമുക്ക് കൃതജ്ഞതയുണ്ട്, മാതാപിതാക്കളോട് കൃതജ്ഞതയുണ്ട്, എൽഡേഴ്സിനോട് കൃതജ്ഞതയുണ്ട്, നമ്മുടെ സമൂഹത്തോട് നമുക്ക് കൃതജ്ഞതയുണ്ട്. ഈ രാജ്യം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. നല്ല ഒരു കാര്യമാണ് കൃതജ്ഞത ഉണ്ടായിരിക്കുക, നന്ദി ഉണ്ടായിരിക്കുക എന്നത് നല്ല കാര്യമാണ്. സ്റ്റീവ? ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സത്യസന്ധതയും നീതിയെയും കുറിച്ചാണ്. അതായത് പണ്ട് മുതൽക്കേ നാം കണ്ടുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആരും ബന്ധങ്ങളിൽ 100% നീതി പുലർത്തുന്നില്ല. മാത്രമല്ല സത്യസന്ധതയോടെ കാര്യങ്ങൾ വർത്തിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഈ സത്യസന്ധതയും നീതിയും നമ്മുടെ ജീവിതത്തിലെ ഒരു മാഗ്നാ കാർട്ടുകളായി നിറഞ്ഞു നിൽക്കേണ്ട ഒരു സംഭവമാണ്. അതായത് വാക്കിലും പ്രവൃത്തികളിലും നാം സത്യസന്ധതയുള്ളവരും നീതി പുലർത്തുന്നവരും ആണെങ്കിൽ 100% നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരാളുടെ വ്യക്തിത്വത്തിന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് സത്യസന്ധതയും നീതിബോധവും എന്ന് പറയുന്നത്. അതെ അതെ. അപ്പോൾ ഈ സത്യസന്ധതയും നീതിബോധവും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ആൾ എന്തായിട്ട് മാറും? നന്ദിയുള്ള വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് നേരെ ഓപ്പോസിറ്റാണല്ലോ കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും ക്ഷമിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ ജീവിക്കാനായിട്ട് പറ്റുമോ? റോഡിൽ ക്ഷമിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ? സ്കൂളിൽ എല്ലാവരും ക്ഷമിച്ചുകൊണ്ടിരുന്ന് പോകുന്ന ഒരാളിന് ടൈം ടേബിളെ കൃത്യമായിട്ട് ഒബ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? ക്ഷമ എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെടുന്ന ആള് ഉള്ളി കരയുകയാണ്. എന്നാൽ ഇപ്പം നമ്മൾ ദേഷ്യപ്പെടുമ്പം നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കും മറ്റൊരാളുടെ ഉള്ളിലേക്ക് എന്തോരം ആഴത്തിൽ പതിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഒരാൾ അഗ്രസീവായിട്ട് മാറുക, അതാണോ മഹാത്മാഗാന്ധി ഉദ്ദേശിച്ചത്? അല്ല, മഹാത്മാഗാന്ധി അഹിംസയെ പറ്റിയാണ് പറഞ്ഞത്. അഹിംസയെക്കുറിച്ചാണ് പറഞ്ഞത്. അതെ. നമ്മളിപ്പോൾ യുദ്ധം നടത്തുമ്പോൾ ആയുധം എടുക്കാതെ നമ്മൾ നമ്മുടെ അഹിംസ എന്ന് വെച്ചാൽ നമ്മൾ നല്ല കൊല്ലാതിരിക്കുക. അതെ തന്നെ, കൊല നടത്താതെ നമ്മൾ അവരെ ക്ഷമിച്ചുകൊണ്ട് അഥവാ സ്നേഹിച്ചുകൊണ്ട് ഓരോ യുദ്ധവും നടത്തുക എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ പറഞ്ഞ കാര്യം അതിൻ്റെ യഥാസ്ഥിതിയിൽ നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി. ഇന്ത്യയിലെ ഏറ്റവും നല്ല സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം ആർക്കും പറയാൻ പറ്റും. ആരാണ്? മഹാത്മാഗാന്ധി. അതേസമയത്ത് മഹാത്മാഗാന്ധി ആരെയും വെടിവെച്ചിട്ടില്ല, ആരെയും നുള്ളി നോവിച്ചിട്ടില്ല. നമുക്ക് ജിയാനയിലേക്ക് പോയാലോ? ഇപ്പോൾ മഹാത്മാഗാന്ധി ക്ഷമയുടെ മാർഗത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇനിയിപ്പോൾ മഹാത്മാഗാന്ധി ക്ഷമയ്ക്ക് പകരം യുദ്ധം വഴിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്വാതന്ത്ര്യം ചിലപ്പോൾ വൈകിപ്പോയേനെ. ലോകത്തിന് തന്നെ ഈ അഹിംസ എന്ന് പറയുന്ന ഒരു മൂല്യം കൊടുക്കാനായിട്ട് വേറെ ആരുമില്ലായിരുന്നു. മഹാത്മാഗാന്ധിയാണ് ആദ്യമായിട്ട് ഇത് കൊടുത്തയാൾ. മഹാത്മാഗാന്ധി ഒരുപക്ഷെ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് അഹിംസ എന്നൊരു മൂല്യത്തെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ ബോധവൽക്കരാവില്ലായിരുന്നു. ഞാൻ ട്രെൻഡുകാരോട് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മോഡേൺ മനുഷ്യർ, നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇരിപ്പുണ്ട്, നിങ്ങൾ മോഡേൺ ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവർ നിങ്ങൾ പറയുന്ന പ്രിൻസിപ്പളിന് നേരെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എപ്പോഴും നമുക്ക് ക്ഷമയുടെ മാർഗ്ഗത്തിൽ തന്നെ എപ്പോഴും പോകാൻ പറ്റണം എന്നില്ല. ഒരാളിപ്പം നമ്മളിപ്പം അച്ഛൻ നേരത്തെ പറഞ്ഞ പോലെ റോഡിൽ കൂടെ നമ്മൾ പോകുമ്പോഴത്തേക്കിനും ഒരാൾ വന്ന് വണ്ടി വെച്ച് ബാക്കിലിടിച്ചു എന്ന് വെച്ചാൽ നമുക്ക് സമാധാനത്തോടെ അവരോട് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല. സൗമ്യത എന്ന് പറയുന്ന സാധനം വെച്ച് പുലർത്താനായിട്ട് പറ്റും. അത് നമ്മുടെ ഓരോ സാഹചര്യങ്ങളനുസരിച്ചിരിക്കും. അത് അയാളുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. അയാൾക്ക് ചിലപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞ പോലെ അഗ്രസീവായിട്ട് പെരുമാറാം, അല്ലെങ്കിൽ സമാധാനമായി പെരുമാറാം. ചിലപ്പം സമാധാനമായിട്ട് പെരുമാറിയാൽ അയാൾ ചിലപ്പം തലയിൽ കയറി കളിക്കും എന്നുള്ളൊരു കാരണം കൂടെയാണത്. അതുകൊണ്ട് ഈ ഓരോ മനുഷ്യനെന്ന് പറയുന്നത് വൈകാരികതയുടെ വലിയൊരു സമാഹാരമാണ്. എല്ലാവർക്കും ഒരുപോലെ ഈ ആത്മനിയന്ത്രണവും വിവേകവും വച്ചു പുലർത്താനും പാലിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ചിന്താഗതി വളരെ നല്ലതല്ലേ? അതെ, വളരെ നല്ലതാണ്. വളരെ നല്ലതാണ്. അതെ.
പക്ഷേ ഈ കാലഘട്ടത്തിന് അപ്രസക്തരാകുമോ അവർ? ഇല്ല, അത് ഓരോരുത്തവരുടെ ഓരോ ചിന്താഗതിയും ഇതും അനുസരിച്ചിരിക്കും. അതെ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞത് കൂട്ട് തന്നെ ഇപ്പോൾ റോഡിൽ വഴക്കുണ്ടാകുക, ചില സാഹചര്യങ്ങൾക്ക് നമുക്ക് അത് ക്ഷമിച്ച് വിടാം. നമുക്ക് പോലീസിൻ്റെ വളരെ സൗമ്യമായി നമുക്ക് ആ കാര്യം നമുക്ക് ഇതായിട്ട് ചെയ്ത് കൊടുക്കാം. പക്ഷേ അതേസമയം ചിലവരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും, ചിലവർ തർക്കിച്ച് കയറി വരികയും ചെയ്യും. നിങ്ങളുടെ ഈ സ്നേഹം എല്ലായിടത്തും പ്രാക്ടിക്കലാണോ? ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ചോദിക്കുക. നിങ്ങൾ പറയുന്നത് സ്നേഹം വേണം, ഔദാര്യം വേണം, മഹാമനസ്കത വേണം, ഇതെല്ലാം വളരെ നല്ലതാണ്, മോശമെന്ന് ഞാൻ പറയുന്നില്ല. ഈ സ്നേഹമുണ്ടെങ്കിലേ അവിടെ സമാധാനമുള്ളൂ, സമാധാനം ഉണ്ടാകത്തുള്ളൂ. സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ അവിടെ എന്നും നിലനിൽക്കും. പക്ഷേ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, സ്നേഹം സത്യസന്ധമാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ഏറ്റവും സത്യസന്ധമായ സ്നേഹം നമ്മൾ കുടുംബത്തിൽ നിന്ന് പഠിക്കണം. അത് നമ്മുടെ മാതാപിതാക്കളെ മാതൃകയാക്കി അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മാതാപിതാക്കൾ മക്കളോടും തമ്മിൽ ചില സാഹചര്യങ്ങളിൽ സത്യസന്ധമായ സ്നേഹം കാണിക്കുന്നില്ല. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൽ നിന്നും എല്ലാം പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് കുടുംബസങ്കല്പങ്ങൾക്ക് തന്നെ വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉണ്ട്, നിങ്ങൾ മൈക്രോ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ, ഒരു കുട്ടി, മാതാപിതാക്കൾ അല്ലെ ഗ്രാൻഡ് പേരൻസ്, ഇത്രയേ ഉള്ളൂ. പക്ഷേ പണ്ടത്തെ കുടുംബം എന്ന് പറയുന്നത് വലിയ കുടുംബങ്ങളായിരുന്നു. അപ്പോൾ ആ വലിയ കുടുംബവും ചെറിയ കുടുംബത്തിലെല്ലാം കിട്ടുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ഒരു കൂട്ടുകുടുംബമാണെങ്കിൽ മാത്രമേ അത് തലമുറകളായിട്ട് നമ്മൾ കണ്ടു വളരുന്ന ഒന്നാണ്. ഇപ്പോൾ കൂട്ടുകുടുംബത്തിൽ നമ്മുടെ ഷെയറിംഗ് ഒക്കെ. കൂട്ടുകുടുംബം വേണോ? ഇപ്പോൾ കൂട്ടുകുടുംബം വേണമെന്നൊക്കെ അവർ പറയുന്നത്. കൂട്ടുകുടുംബം വേണോ? നിങ്ങളുടെ രീതി അനുസരിച്ച് കൂട്ടുകുടുംബം പാടുണ്ടോ? കൂട്ടുകുടുംബം എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ ഒരു സിറ്റുവേഷൻ അല്ല നമുക്കിപ്പോൾ ഉള്ളത്. ഇപ്പം നമുക്ക് ആ ഒരു സ്നേഹം കിട്ടുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും എന്നാണ് നമുക്ക് കൂടുതൽ സ്നേഹം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്നേഹം കിട്ടാനായിട്ട് പല സോഴ്സ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. കുടുംബം മാത്രമായിരുന്നു ഈ സ്നേഹത്തിൻ്റെ സോഴ്സ്. ഇന്ന് സ്നേഹം കിട്ടാനായിട്ട് ഒത്തിരി സോഴ്സുകളുണ്ട്. കൂട്ടുകാരും നല്ല മാധ്യമമാണ്, സമൂഹം നല്ല മാധ്യമമാണ്, സാഹോദര്യം ഒരു നല്ല മാധ്യമമാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്? അച്ഛാ, അതായത് ഇപ്പം ജോയിൻറ്റ് ഫാമിലിയിൽ മാത്രമേ സ്നേഹമുള്ളൂ. അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും കൊച്ചു കൊച്ചു കുടുംബങ്ങളാണുള്ളത്. ഞാൻ ആരാണ്? അപ്പം ഞാൻ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ എന്ന കൊച്ചു കുടുംബത്തിൽ ഞാൻ സ്നേഹം കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ. അതാണ് എൻ്റെ കഴിവ്. അതായത് ജോയിൻറ്റ് ഫാമിലി മാത്രമല്ല, ഇപ്പം ജോയിൻറ്റ് ഫാമിലിയിൽ 5, 6, 7 കുട്ടികളുള്ള അത്രയും പേരും അവർ എത്ര പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഇണ്ടാത്തവരുള്ളത്. അവർ കുടുംബത്തിൽ നിന്ന് സ്നേഹം കിട്ടുമെന്ന് പറഞ്ഞ് ഞാനാണ് പറഞ്ഞത് കൂട്ടുകുടുംബത്തിൽ നിന്ന് സ്നേഹം, കുടുംബത്തിൻ്റെ കൺസെപ്റ്റ് മാറിയെന്ന് പറയുന്നത്. ഇവിടെ ഒരു ജാതിയും കൂട്ടുകുടുംബത്തിൽ മാത്രമല്ല സ്നേഹത്തിന്റെ വിളമ്പലുള്ളത്, എല്ലായിടത്തും ഉണ്ടെന്നാണ് സ്റ്റീവ പറഞ്ഞു വരുന്നത്. അതെ അതെ. എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയുമ്പോൾ ഈ ഭയങ്കര പ്രായമുള്ളവർ തൊട്ട് കൊച്ചു കുട്ടികൾ വരെ കാണും. അപ്പം ഈ ഒരു ഹൈറാർക്കി വൈസ് നോക്കുമ്പോൾ ഈ ആധുനിക തലമുറയായിട്ടുള്ള അവിടെ അങ്ങനെയുള്ളവർക്ക് അവിടെ ഒരു ഒപ്പീനിയൻ പറയാനുള്ള ഒരു അവസരം വളരെ കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫാമിലി മൈക്രോ ആണോ മാക്രോ ആണോ എന്നുള്ളതല്ല പ്രശ്നം, മറിച്ച് നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങൾ, നമ്മുടെ വിജയങ്ങളും പരാജയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം തുറന്നു പറയാനായിട്ടുള്ള വേദി എവിടെ ഉണ്ടാകണം? നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകണം. ഇഗ്നൈറ്റ് 2024 എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലെ ആദ്യ എപ്പിസോഡിലെ പങ്കുവെപ്പ് വളരെ അർത്ഥവത്തായിരുന്നു. കാരണം കുട്ടികൾ അടിസ്ഥാനപരമായ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പാലിച്ചിരിക്കേണ്ട ക്ഷമയെക്കുറിച്ച് പറഞ്ഞു, സത്യസന്ധത, നീതിബോധം അതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ 2 പേര് ആണുങ്ങൾ, അവർ മോഡേണിറ്റിയുടെ വക്താക്കളാണ്. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായവും മാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഈ എപ്പിസോഡ് ഇവിടെ 1ാം ഘട്ടത്തിൽ പൂർണ്ണമാകുമ്പോൾ നിങ്ങളെ ഹൃദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നതുകൊണ്ട് നിങ്ങളെ 2ാം എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ആശയങ്ങളുണ്ട്, നിങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ള ധൈര്യമുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട്. അപ്പം നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം. വീണ്ടും നമുക്ക് 2ാം എപ്പിസോഡിൽ കണ്ടെത്താനായിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് പിരിയാം.